പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എസെക്കിയേലിന്റെ പ്രവചനത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ തിരുവചനം. അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവിടെ കർത്താവിന്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നു. എസെക്കിയേൽ പ്രവാചകനോട് പറയാണ്, എസെക്കിയേൽ പ്രവാചകൻ പറയാണ്, അവിടെ കർത്താവിന്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നു. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോവുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോയി, ഇതാ കർത്താവിന്റെ മഹത്വം അവിടെ നിൽക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് ശരിക്കും ഇതിന്റെ ഭാഗം എന്താണെന്ന് അറിയാവോ? അവിടെ കർത്താവിന്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് സാഹചര്യം എന്നറിയാവോ? അതായത് എസെക്കിയേൽ പ്രവാചകനോട് പറയാണ്, ദുഷ്ടരായ മനുഷ്യരോട് നിങ്ങൾ ശാസനം കൊടുക്കാൻ പറയാണ്, താക്കീത് കൊടുക്കാൻ പറയാണ്. ദുഷ്ടരെ നിങ്ങൾ നശിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, നമ്മളിപ്പോ ഒരു വികാരിച്ചൻ സപ്പോസ് ഇടവക ജനത്തോട്, മക്കളെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നാശമാണ് നിങ്ങളുടെ അവസാനം എന്ന് കൃത്യമായിട്ട് അവിടെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും വികാരിച്ചന്റെ അവസ്ഥ? നമ്മുടെ കുടുംബത്തിലെ കുടുംബനാഥൻ ശരിക്കും ചില തിന്മ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോ ഇത് ഈ രീതിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരമ്മ പറയാണ്, മക്കളെ നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പിന്നെ ഒരു അമ്മ വന്നിരിക്കുന്നു, ഒരു വിശുദ്ധൻ വന്നിരിക്കുന്നു, ഒരു വിശുദ്ധ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരോട് നമ്മൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇത് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ശക്തമായ വിധത്തിൽ എസെക്കിയേൽ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒറ്റപ്പെട്ട അവസ്ഥ. പക്ഷേ പ്രവാചകൻ കണ്ണടച്ചതാണ് പറഞ്ഞു, ദൈവമായ കർത്താവ് പറഞ്ഞു പറയാനായിട്ട്. എസെക്കിയേൽ അത് അനുസരിച്ചു. എന്തുണ്ടായി? അവിടെ തുടർന്നാണ് നമ്മൾ കാണുന്നത്, അവിടെ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എന്നോട് അരുൾ ചെയ്തു, എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോവുക. അവിടെ സമതലത്തിലേക്ക് പോയപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടുമുട്ടി. ദൈവം പറഞ്ഞത് അനുസരിക്കുന്നവരുടെ ജീവിതത്തിലാണ് പ്രിയ സഹോദരങ്ങൾ ദൈവ സാന്നിധ്യം കണ്ടുമുട്ട്. ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാലോ 5 വർഷമായി അച്ഛൻ നമ്മുടെ സെന്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിൽ. അപ്പോൾ ഈ ഒരു വർഷത്തെ ട്രാൻസ്ഫർ നമ്മൾ നാളെയാണ് അറിയുന്നത്. അപ്പം അച്ഛനും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് 5 വർഷമാകുമ്പോൾ സാധാരണ രീതിയിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കതിൻ്റെ ക്ലാരിറ്റി വരുന്നത് 29-ാം തീയതിയാണ് തൃശ്ശൂർ അതിരൂപതയിലെ മാറ്റങ്ങളുടെ ലിസ്റ്റ് അറിയുക. അപ്പോൾ നാളത്തെ വീഡിയോ നമ്മൾ മോർണിംഗിലായിരിക്കും, ഈവനിങ്ങിലായിരിക്കും. അപ്പോൾ മാറ്റമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വ്യാഴാഴ്ചയിലെ ശുശ്രൂഷ നമ്മുടെ ഒരു പക്ഷേ അച്ഛൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് അവസാനത്തെ ശുശ്രൂഷയായിരിക്കാം. അപ്പോൾ നമുക്ക് അറിയില്ല, അത് 29-ാം തീയതിയാണ് അത് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ വീഡിയോ, ബുധനാഴ്ചയിലെ വീഡിയോ നമ്മൾ വൈകിട്ട് 6 മണിക്കായിരിക്കും നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കണ്ടില്ലല്ലോ, എന്ത് പറ്റി, മറന്നുപോയോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ നാളത്തെ വീഡിയോ വൈകിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.